ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമീപകാലത്തും കാണാത്ത രീതിയിലുള്ള സമാനതയില്ലാത്തൊരു വലിയ പ്രതിഷേധം അത് പശ്ചിമ ബംഗാൾ ഭവാനിപ്പൂരിൽ നടക്കുകയാണ്. ഭവാനിപ്പൂർ മണ്ഡലം നമുക്കറിയാവുന്നതാണ്. മമതാ ബാനർജി മത്സരിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി മത്സരിക്കുന്ന അതിശക്തമായ പോരാട്ടം നടക്കുന്ന പശ്ചിമബംഗാൾ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ EVM തിരിമറി ആരോപിച്ചുകൊണ്ട് അതിനാടകീയമായ രംഗങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നു. ഈ പറഞ്ഞ ഭവാനിപ്പൂരിൽ EVM സൂക്ഷിച്ചിരുന്ന ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ പ്രതിഷേധം. അത് ചുമ്മാതെ ആരോപിക്കുകയല്ല, മറിച്ചൊരു ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് അതിശക്തമായ നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി തന്നെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു. EVM സൂക്ഷിച്ച ആ കേന്ദ്രത്തിലേക്ക് മമതാ ബാനർജി കയറിയിട്ട് മണിക്കൂറിൽ 2 ആകുന്നു. പുറത്ത് പ്രവർത്തകരുടെ ബാഹുല്യമാണ്, ഒരുപാട് പ്രവർത്തകർ നിൽക്കുന്നു. നേരത്തെ തന്നെ വലിയ CRPF അടക്കം വലിയ സുരക്ഷാ സന്നാഹം തെരഞ്ഞെടുപ്പ് കാലത്തെ അവിടെ ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആ സുരക്ഷ കുറച്ചു കാലത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് അതിശക്തമായ പ്രതിഷേധം നമ്മൾ കാണുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരം ദൃശ്യങ്ങൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയണം. ശ്രീനാഥ്, ഇത്തരത്തിലൊരു വല്ലാത്ത നാടകീയ സംഭവങ്ങളാണ് ഈ രാത്രിയോട് അടുക്കുമ്പോൾ പശ്ചിമ ബംഗാൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു EVM തിരിമറി ആരോപണം ആരോപിക്കപ്പെടുമ്പോൾ മമത തന്നെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു. എന്താണ് അവിടെ വിവരങ്ങൾ? തീർച്ചയായും അതീവ നാടകീയമായ രംഗങ്ങളാണ് കൊൽക്കത്തയിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂളിന് മുന്നിലാണ്. അവിടെ നിന്നാണ് ഈ കാഴ്ചകൾ അത്രയും നമ്മൾ കാണുന്നത്. ഇപ്പോൾ തൃണമൂലിന്റെ ഒരു വാഹനം, ഈ സ്കൂളിന് തൊട്ടടുത്തുണ്ടായിരുന്ന തൃണമൂലിന്റെ വാഹനം, ആ വാഹനം മുന്നോട്ടെടുക്കുമ്പോഴാണ് BJP പ്രവർത്തകർ ആ വാഹനത്തെ തടഞ്ഞത്. തൃണമൂൽ ഈ EVM തിരിമറി തൃണമൂൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. ചിലർ ഈ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിടത്തേക്ക് എത്താൻ വേണ്ടി ഈ വാഹനത്തിലാണ് വന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. അങ്ങനെ വാഹനം തടയുകയും ഒരു വലിയ സംഘർഷ സാഹചര്യത്തിലെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് പോലീസിന് ഇടപെടേണ്ടി വന്നു. അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഒരു പോലീസുകാരന് പരിക്കേൽക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ സമയം അത്രയും മമതാ ബാനർജി ഭവാനിപ്പൂരിലെ ഈ ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂൾ, ഭവാനിപ്പൂരിലെ EVMകൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് ശ്രീനാഥ് വിവരങ്ങൾ നൽകുന്നത്. വലിയ സംഘർഷമാണ്, വലിയ പ്രതിഷേധമാണ്. അതിശക്തമായ പ്രതിഷേധം തടയാൻ പോലീസുണ്ട്, CRPF ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.